നമസ്കാരം. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം വരുന്നു, അതേസമയം കടയിൽ പോകുമ്പോൾ എല്ലാത്തിനും വിലയും കൂടുന്നു. ഇതൊരു വിചിത്രമായ അവസ്ഥയല്ലേ? കേരളത്തിൽ നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതനുഭവിക്കുന്നുണ്ട്. വിദേശത്തു നിന്നൊക്കെ കോടിക്കണക്കിന് രൂപ നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ജീവിതച്ചെലവ് ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നത്? ഈ ഒരു വിരോധാഭാസത്തിന്റെ പിന്നിലെ കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ധാരാളം പണം കയ്യിൽ വരുന്നത് എപ്പോഴും നല്ലതാണോ? ഒറ്റനോട്ടത്തിൽ നമ്മളെല്ലാവരും പറയും അതെ, തീർച്ചയായും എന്ന്. പക്ഷേ സാമ്പത്തിക ശാസ്ത്രത്തിൽ കാര്യങ്ങൾ അത്ര സിമ്പിളല്ല. ഒറ്റനോട്ടത്തിൽ കാണുന്നതായിരിക്കില്ല യാഥാർത്ഥ്യം. ഇതിന്റെ പിന്നിൽ രസകരമായ ചില കളികളുണ്ട്. ഈ വിശകലനത്തിൽ കേരളത്തിലെ ഈ വിലക്കയറ്റത്തിന് പിന്നിലെ യഥാർത്ഥ സാമ്പത്തിക കാരണങ്ങളിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. ഇത് വെറുമൊരു വാർത്തയല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ പണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു താക്കോലാണ്. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇത് നമുക്കെല്ലാവർക്കും നേരിട്ടറിയാവുന്ന അനുഭവമുള്ളൊരു കാര്യമാണ്. മാർക്കറ്റിലേക്ക് കൂടുതൽ പണം വരുമ്പോൾ സാധനങ്ങളുടെ വില മുകളിലേക്ക് പോകുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈയൊരു ചോദ്യം നമ്മൾ സ്വയം എത്ര തവണ ചോദിച്ചിട്ടുണ്ടാകുമല്ലേ? ഇതിനെയാണ് നമ്മൾ വളരെ സിമ്പിളായി പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും സംഭവിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, സാധനങ്ങൾക്ക് വില കൂടുന്നു എന്നതിനേക്കാൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ രൂപയുടെയും മൂല്യം, അതിന്റെ ശക്തി കുറഞ്ഞുവരുന്നു എന്നതാണ്. അപ്പോ ഈ പണവും വിലയും തമ്മിലുള്ള കളിയില്ലേ, അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മൂന്നേ അടിസ്ഥാന സാമ്പത്തിക നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവ അറിഞ്ഞാൽ മതി കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഒരു ഏകദേശ ചിത്രം നമുക്ക് കിട്ടും. ഒന്നാമത്തെ നിയമം GDP. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായി തോന്നുമെങ്കിലും സംഭവം സിമ്പിളാണ്. ഒരു രാജ്യം ഒരു വർഷം കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളുടെയും ചെയ്യുന്ന സേവനങ്ങളുടെയും ആകെ മൊത്തം വില, അത്രയുള്ളൂ. GDP കൂടുന്നു എന്ന് പറഞ്ഞാൽ രാജ്യം വളരുന്നു, കൂടുതൽ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ചുരുക്കം. രണ്ടാമത്തേത് പണപ്പെരുപ്പം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. മാർക്കറ്റിലെ വിലകളിങ്ങനെ സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതായത് നമ്മുടെ കയ്യിലുള്ള പണത്തിന് സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ നിയമം ലിക്വിഡിറ്റി. ഇതും എളുപ്പമാണ്. വിപണിയിൽ ആളുകളുടെ കയ്യിൽ സാധനങ്ങൾ വാങ്ങാനായി എത്രത്തോളം പണം റെഡിയായിരിപ്പുണ്ട് എന്നതിന്റെ ഒരു അളവാണിത്. എല്ലാവരുടെയും കയ്യിലും ബാങ്കിലും ഇഷ്ടം പോലെ പണമുണ്ടെങ്കിൽ നമ്മൾ പറയും മാർക്കറ്റിൽ ലിക്വിഡിറ്റി വളരെ കൂടുതലാണെന്ന്. ഇപ്പോൾ ഈ മൂന്ന് നിയമങ്ങളും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കൂ. ഇതാണ് ഈ കളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മാർക്കറ്റിലേക്ക് ഒരുപാട് പണം വരുന്നു, അതായത് ലിക്വിഡിറ്റി കൂടുന്നു. പക്ഷെ അതിനനുസരിച്ച് പുതിയ സാധനങ്ങളോ സേവനങ്ങളോ ഉണ്ടാകുന്നില്ല, അതായത് GDP വളരുന്നില്ല. അപ്പോ എന്ത് സംഭവിക്കും? ഒരുപാട് പണം കുറച്ച് സാധനങ്ങളുടെ പിന്നാലെ പോകും. സ്വാഭാവികമായും വില അങ്ങ് കൂടും. ഈ ഒരു ബന്ധം മനസ്സിൽ വെച്ചോളൂ, കാരണം നമ്മുടെ കഥയുടെ കാതൽ ഇത് തന്നെയാണ്. ശരി, അപ്പൊ നമ്മൾ നിയമങ്ങളൊക്കെ പഠിച്ചു. ഇനി ഈ നിയമങ്ങൾ നമ്മുടെ സ്വന്തം കേരളത്തില്, പ്രത്യേകിച്ച് പ്രവാസി പണം എത്തുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഈ പണമുണ്ടാക്കുന്ന ഓളങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. നോക്കൂ, വിദേശത്തു നിന്ന് പണം വരുന്നു. സ്വാഭാവികമായും ആ കുടുംബങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തുമ്പോൾ അവർക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയും. പലരും ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഭൂമി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. ഡിമാൻഡ് കൂടുന്നു, പക്ഷെ സപ്ലൈ കൂടുന്നില്ല. ഫലം, വിലകൾ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നു. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ പോയിന്റ്. വിദേശത്തു നിന്ന് വരുന്ന ഈ പണം രാജ്യത്തിന്റെ GDP, അതായത് ഉൽപ്പാദനം വർദ്ധിക്കാതെ തന്നെ വിപണിയിലേക്കെത്തുന്ന ഒരു അധിക പണമാണ്. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കും. ഇനി ഈ പറഞ്ഞ സിദ്ധാന്തം വാസ്തവത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് കാണാൻ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയേക്കാൾ നല്ലൊരുദാഹരണം വേറെയില്ല. നമ്മുടെയെല്ലാം കൺമുന്നിൽ നടന്ന കാര്യമാണിത്. പ്രവാസി പണം കേരളത്തിലെ ഭൂമി വിപണിയിലൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു, സംശയമില്ല. പക്ഷേ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ ഈ കുതിപ്പിനും തിളക്കമുള്ള ഒരു മുഖവും ഇരുണ്ട ഒരു മറുപുറവുമുണ്ടായിരുന്നു. ഈ പട്ടിക നോക്കൂ, എത്ര വ്യക്തമാണിത്. ഒരു വശത്ത് നിർമ്മാണ മേഖല സജീവമായപ്പോൾ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കിട്ടി, ഗ്രാമങ്ങൾ പോലും വികസിച്ചു, സർക്കാരിനും നല്ല വരുമാനം കിട്ടി. എന്നാൽ മറുവശത്തോ, ഒരു സാധാരണക്കാരന് ഒരു തുണ്ടു ഭൂമി എന്നത് സ്വപ്നം മാത്രമായി മാറി. കൃഷിഭൂമികൾ കോൺക്രീറ്റ് കാടുകളായി. ഏറ്റവും പ്രധാനമായി ഇത് എല്ലാവരുടെയും ജീവിതച്ചെലവ് താങ്ങാനാവാത്ത വിധം ഉയർത്തി. ഇത് നമ്മളെ വളരെ നിർണായകമായൊരു ചോദ്യത്തിലേക്ക് എത്തിക്കുകയാണ്.
നമ്മുടെ കയ്യിൽ വരുന്ന പണം കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ ആവശ്യങ്ങൾക്കായി ചിലവഴിച്ചു തീർക്കണോ, അതോ നാളത്തെ വളർച്ചയ്ക്കായി എവിടെയെങ്കിലും നിക്ഷേപിക്കണോ? ഈ വ്യത്യാസം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. പണം ഉപഭോഗത്തിന്, അതായത് ഒരു വീടോ കാറോ ഫോണോ വാങ്ങാൻ ഉപയോഗിക്കുമ്പോൾ അത് താൽക്കാലികമായി ഒരു ഡിമാൻഡ് കൂട്ടുമെന്നല്ലാതെ പുതിയ മൂല്യമൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നാൽ അതേ പണം ഉൽപ്പാദനത്തിന്, അതായത് ഒരു പുതിയ വ്യവസായം തുടങ്ങാനോ കൃഷി വികസിപ്പിക്കാനോ ഉപയോഗിച്ചാൽ അത് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും, യഥാർത്ഥ സാമ്പത്തിക വളർച്ച കൊണ്ടുവരും, രാജ്യത്തിന്റെ GDP കൂട്ടും. ഇവിടെയാണ് നമ്മുടെ പ്രഹേളികയുടെ ഉത്തരം കിടക്കുന്നത്. കേരളത്തിലേക്ക് ഒഴുകിയെത്തിയ പണത്തിൽ സിംഹഭാഗവും പോയത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനല്ല, മറിച്ച് ഉപഭോഗത്തിലേക്കാണ്. വലിയ വീടുകൾ, ആഡംബര കാറുകൾ, ഇവയെല്ലാം പണപ്പെരുപ്പത്തിന് വളമായി മാറി. പക്ഷേ നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ ദീർഘകാലത്തേക്ക് വളർത്തുന്ന കാര്യങ്ങൾ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ പ്രശ്നം തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിച്ചത്? ഇനി മുന്നോട്ടുള്ള വഴി എന്താണ്? ആളുകൾ എന്തുകൊണ്ടാണ് ഒരു ഫാക്ടറി തുടങ്ങുന്നതിന് പകരം ഭൂമി വാങ്ങിക്കൂട്ടുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ബിസിനസ്സിൽ പണം മുടക്കിയാൽ നഷ്ടപ്പെടുമോ എന്ന പേടി, ഭൂമിയോ സ്വർണമോ ആകുമ്പോൾ സുരക്ഷിതമാണല്ലോ. പിന്നെ ഒരു സംരംഭം തുടങ്ങാനുള്ള നൂലാമലകളും ചുവപ്പുനാടയും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിലെ ഉയർന്ന കൂലിയും, സംരംഭകനാകുന്നതിനേക്കാൾ ഒരു സ്ഥിരം ജോലി നേടുന്നതാണ് മിടുക്ക് എന്ന നമ്മുടെ സാമൂഹിക മനോഭാവവും ഇതെല്ലാം വലിയ തടസ്സങ്ങളാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: നമ്മുടെ കയ്യിലുള്ള പണം അത് എവിടെന്ന് വന്നതായാലും അത് കേവലം ഇന്നത്തെ ഉപഭോഗത്തിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ നാടിന്റെ നാളത്തെ വളർച്ചയ്ക്ക് വേണ്ടി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം? നമ്മുടെ പണം നമ്മുടെ ഭാവിയെ നശിപ്പിക്കുകയാണോ അതോ നിർമ്മിക്കുകയാണോ ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.